നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഹാംബുർഗ് വിമാനത്താവളത്തിൽ ചെറിയ വിമാനം ലാൻഡിംഗിനിടെ തകർന്നു വീണു. ഇതിനെ തുടർന്ന് വിമാന സർവീസുകൾ മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം. ഫ്രാൻസിലെ കാനിൽ നിന്ന് എത്തിയ സൊഗാറ്റ 700C എന്ന പ്രൊപ്പല്ലർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. നോർഡർ സ്റ്റെഡ് ഭാഗത്തു നിന്നും ലാൻഡിംഗിനായി എത്തിയ വിമാനം റൺവേയിൽ തൊട്ടയുടൻ മുൻ ചക്രം ഒടിഞ്ഞു മാറുകയായി. ഇതോടെ വിമാനം റൺവേയിൽ നിയന്ത്രണം വിട്ട് നീങ്ങി. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ റൺവേയിൽ ചിതറിക്കിടക്കുന്നതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ വിമാനത്താവളം ഉടൻ തന്നെ അടയ്ക്കുകയും ചെയ്തു. അപകട സമയത്ത് വിമാനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ആർക്കും പരിക്കുകൾ പറ്റിയിട്ടില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ലാൻഡിംഗിനിടെ ചക്രം ഒടിയാനുണ്ടായ കാരണം കണ്ടെത്താൻ വ്യോമയാന വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഹാംബുർഗിലേക്ക് വരേണ്ട വിമാനങ്ങൾ അടുത്തുള്ള മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകുകയും മണിക്കൂറുകൾ കഴിഞ്ഞ് വിമാനങ്ങൾ വീണ്ടും സർവീസ് ആരംഭിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ ബ്രെമൻ നഗരത്തിലുള്ള മുനിസിപ്പൽ കിൻഡർഗാർട്ടനിൽ മുസ്ലിം കുട്ടികൾക്ക് മതപരമായ വിലക്കുകൾ ലംഘിച്ച് ബോധപൂർവം പന്നിയിറച്ചി വിളമ്പിയതായി പരാതി. വംശീയ വിദ്വേഷത്തിന്റെ ഭാഗമായാണ് ജീവനക്കാരി ഇത്തരത്തിൽ ചെയ്തതെന്ന സംശയത്തെ തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും ഉടനടി പിരിച്ചുവിട്ടു. സംഭവത്തിൽ പോലീസ് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബ്രെമനിലെ മാർഷൽ ഫാമിലി സെന്ററിലാണ് സംഭവം. സ്ഥാപനത്തിൽ പന്നിയിറച്ചി വിളമ്പുന്നത് നേരത്തെ തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിന് മുസ്ലിം കുട്ടികൾക്ക് ബോധപൂർവം പന്നിയിറച്ചി ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ നൽകുകയായിരുന്നു. കുട്ടികളുടെ മതപരമായ വിശ്വാസങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടും ജീവനക്കാരി ഇത് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് പ്രാഥമിക നിഗമനം. പരാതി ഉയർന്ന ഉടൻ തന്നെ ബന്ധപ്പെട്ട ജീവനക്കാരിയെ ഫ്രിഷ്ലോസ് കുണ്ടികും നടത്തിയതായി, അതായത് പിരിച്ചുവിട്ടതായി കീറ്റ ബ്രെമൻ അറിയിച്ചു. വംശീയ വിദ്വേഷം കാരണമാണോ ഇത് ചെയ്തതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജർമ്മനിയിലെ നോയസ് നഗരത്തിൽ മലയാളി യുവതിയുടെ 5 പവൻ മാല നടു റോഡിൽ കവർന്ന സംഭവം മലയാളി സമൂഹത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ സാധാരണയായി ഇത്തരത്തിലുള്ള ചെയിൻ സ്നാച്ചിങ് കുറവാണെങ്കിലും അടുത്ത കാലത്തായി ജർമ്മനിയിലെ ചില നഗരങ്ങളിൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ മലയാളികളുടെ വീടുകൾ ലക്ഷ്യം വെച്ച് തന്നെ നിരവധി കവർച്ചാ ശ്രമങ്ങളിലൂടെ സ്വർണം കൊള്ളയടിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ 3 പ്രാവശ്യം കൊള്ളയടിക്കാൻ കയറിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഗസ്റ്റ് ടോയ്ലറ്റിന്റെ ജനൽ എടുത്തു മാറ്റി വീടിന്റെ ഉള്ളിൽ കയറി കൊള്ളയടിച്ച സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുതിയ സംഭവത്തിന്റെ വിശദാംശങ്ങളെപ്പറ്റി പറയുമ്പോൾ നോയ്സിൽ താമസിക്കുന്ന മലയാളി യുവതിയാണ് അക്രമത്തിന് ഇരയായത്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതി മകനൊപ്പം നോയ്സിലെ റൈൻ പാർക്കിൽ പോയി വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് സംഭവം. റൈൻ പാർക്കിൽ നിന്നും സ്ട്രാസൻബാനിൽ കയറി വീടിനടുത്തേക്കുള്ള ആൾട്ടിശല്ലയിൽ ഇറങ്ങി റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുമ്പോഴാണ് 25നും 27നും ഇടയിൽ പ്രായമുള്ള 2 തദ്ദേശീയരെന്ന് തോന്നിക്കുന്ന യുവാക്കൾ യുവതിയുടെ പിറകിൽ നിന്നും വന്ന് പെട്ടെന്ന് കഴുത്തിൽ കിടന്ന 5 പവന്റെ മാല ലോക്കറ്റ് സഹിതം കവർന്നെടുത്ത് കടന്നു കളഞ്ഞത്. ഉടൻ തന്നെ യുവതി ഓൺ ദി സ്പോട്ടിൽ പോലീസിനെ വിളിക്കുകയും അടുത്ത 5 മിനിറ്റിനുള്ളിൽ അവിടെ പോലീസ് എത്തുകയും ചെയ്തു. സംഭവത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞു. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ വിവരം നൽകാമെന്ന് പറഞ്ഞ് പോലീസ് സ്ഥലം കാലിയാക്കി മടങ്ങി. സ്റ്റാർട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് അക്രമികൾ മാല കവർന്നത്. കഴുത്തിൽ കടന്നിരുന്ന 5 പവൻ ഏകദേശം 40 ഗ്രാം വരുന്ന സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ വിലയിൽ 5 ലക്ഷത്തിലധികം രൂപ വില വരും. സാധാരണയായി യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ആക്രമിക്കുകയും മാല പിടിച്ചു പറിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. പോലീസിന്റെ പ്രാദേശിക അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവതി. ജർമ്മൻ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു വരികയാണ്. യുവതി തന്നെ ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മറ്റുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കവർച്ചകൾക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി ഞങ്ങൾ പറയുന്നത്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ പരസ്യമായി ധരിച്ചു നടക്കുന്ന പലപ്പോഴും അക്രമികളെ ആകർഷിക്കാൻ കാരണമാകാറുണ്ട്. അതിനാൽ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. ഒറ്റപ്പെട്ട റോഡുകളിലൂടെ രാത്രികാലങ്ങളിൽ നടക്കുന്നത് ഒഴിവാക്കുക. എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയാൽ ഉടൻ തന്നെ 110, അതായത് എമർജൻസി നമ്പർ വിളിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ പക്കൽ സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വസ്തുവകൾ ഉണ്ടെങ്കിൽ അത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സൗകര്യവും ഇവിടുത്തെ ബാങ്കുകളിൽ ലഭ്യമാണ്. ഇതുകൂടാതെ ഇത്തരം വിലപിടിപ്പുള്ള സാമഗ്രികൾ ഇൻഷുർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷുർ ചെയ്യുമ്പോൾ ഓരോ സാമഗ്രിയും അതിന്റെ പല വിധത്തിലുള്ള ഫോട്ടോകളും വസ്തുവിന്റെ വിശദാംശങ്ങളും കൃത്യമായി സൂക്ഷിക്കുകയും വേണം. കഴിഞ്ഞ കൊല്ലം കൊളോണിനടുത്ത് താമസിക്കുന്ന മലയാളിയുടെ വീട്ടിൽ നിന്നും 25 പവൻ സ്വർണം മോഷണം പോയ കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വെറും തള്ളലാണെന്ന് വിശേഷിപ്പിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇക്കാര്യം ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടില്ല എന്നാണ് ഇവരൊക്കെ വാദിക്കുന്നത്. ഇതൊന്നും ഗൂഗിളിൽ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന്
മയക്കുമരുന്ന് കടത്തിയ ഒരു വിദ്യാർത്ഥിനിയെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കാര്യം ഞങ്ങൾ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്തയുടെ അടിയിൽ ഇവിടുത്തെ ചില മഹാന്മാർ ഞങ്ങൾ ഇക്കാര്യം ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് പ്രവാസി ഓൺലൈൻ ചുമ്മാ തള്ളുകയാണെന്നാണ് ഈ മഹാന്മാരുടെയൊക്കെ കാഴ്ചപ്പാട്. എന്നാൽ സംഭവത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നന്നായി ജീവിച്ചു പോകാം. ജർമ്മനിയിലെ ലൈപ്സിഷിൽ കാർ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ചു. പ്രതി തലേദിവസം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളെന്നും പോലീസ്. ലൈപ്സിഷ് നഗരമധ്യത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരം 4:45 ജെഫ്രി കെ എന്ന 33-കാരനാണ് പ്രതി. ഇയാൾ ഓടിച്ച വോക്സ് വാഗൻ കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഏകദേശം 80 കിലോമീറ്റർ സ്പീഡിലാണ് ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. 77 വയസ്സുള്ള പുരുഷനും 63 വയസ്സുള്ള സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ലൈപ്സിഷ് സ്വദേശിയായ ഇയാൾ ഒരു ഹൗസ് ടെക്നീഷ്യനും വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ തലേ ദിവസം ഇയാൾ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ അവിടെയുള്ള മറ്റ് രോഗികളോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് ഇയാളെ അവിടെ നിന്നും നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക നിഗമനമനുസരിച്ച് രാഷ്ട്രീയ പ്രേരിതമല്ല ഈ ആക്രമണം. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യം ഉള്ളതിനാൽ ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതിനാൽ ഇയാളെ ഇപ്പോൾ സാക്സൺ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 കൊലപാതകങ്ങൾക്കും വധശ്രമത്തിനുമാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് തുടരുന്നുണ്ട്. അതേസമയം ലൈപ്സിഷ് പോലീസ് ഡിപ്പാർട്ട്മെന്റും സാക്സൺ സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് ഓഫീസും സംഭവത്തെപ്പറ്റിയുള്ള സാക്ഷികളുടെ സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട LDF-നും UDF-നും തമ്മിലുള്ള വോട്ട് ഷെയർ പെർസെന്റേജ് പുറത്തു വന്നു. ഇതനുസരിച്ച് LDF-ന് 35 സീറ്റും UDF-ന് 102 സീറ്റുമാണ് ലഭിച്ചത്. NDA-ക്ക് 3 സീറ്റും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വോട്ട് വിഹിതം നോക്കിയാൽ UDF-ന് 46.2%, LDF-ന് 37.7%. അതേസമയം NDA-ക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ 1.8% കൂടി 14.6% വന്നിട്ടുണ്ട്. ഇനി കക്ഷി അംഗങ്ങളുടെ ബലം നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 സീറ്റും മുസ്ലിം ലീഗിന് 22 സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 7 സീറ്റും RSPക്ക് 3, കേരള കോൺഗ്രസ് ജേക്കബിന് 1 സീറ്റും CMPക്ക് 1 സീറ്റ്, RMPI 1 സീറ്റ്, സ്വതന്ത്രർ 4 സീറ്റ്. ഇനി LDF-ന്റെ ചരിത്രം നോക്കിയാൽ CPIM-ന് 26 അംഗങ്ങളും CPI-ക്ക് 8 അംഗങ്ങളും RJDക്ക് 1 അംഗത്തെയും ജയിപ്പിക്കാനായി. BJPക്ക് 3 സീറ്റാണ് ലഭിച്ചത്. വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ ഉണ്ടായ വെടിവയ്പിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. സിവിൽ വേഷത്തിലുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് ഏജന്റുമാരാണ് ഒരാളുടെ കൈവശം തോക്കുണ്ടെന്ന് സംശയിച്ച് അയാളെ സമീപിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഏജന്റുമാർക്ക് എതിരെ ഇയാൾ വെടിയുതിർത്തത്. വെടിയേറ്റ പ്രതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടലിനിടയിൽ അവിടെയുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല. വെടിവയ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാഹന വ്യൂഹം സംഭവത്തിന് തൊട്ടു മുമ്പാണ് ഈ വഴി കടന്നുപോയത്. പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണം നടന്നതെന്ന് അന്വേഷിച്ചു വരികയാണ്. മെയ് 3 ഞായറാഴ്ച പുലർച്ചെ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാടകീയമായ സംഭവം അരങ്ങേറി. ഷാർജയിൽ നിന്നും ചെന്നൈയിലെത്തിയ എയർ ഇന്ത്യ വിമാനത്തിലാണ് സംഭവം. യാത്രക്കാരനായ പുതുക്കോട്ട സ്വദേശിയായ മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് നജ്മുദ്ദീൻ എന്ന യുവാവാണ് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടിയത്. പുലർച്ചെ 3:30 വിമാനം ചെന്നൈയിൽ ലാൻഡ് ചെയ്തത്. വിമാനം റൺവേയിൽ നിന്നും ടാക്സി വേയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കെ 3:25 ഇയാൾ എമർജൻസി വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. വിമാനത്തിനുള്ളിൽ വെച്ച് തനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ചെയ്തെന്നുമെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. ഈ സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രധാന റൺവേ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.